അപ്പൊ സുനിചേട്ടന്റെ ലാഗസുനി എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അത് ഹിറ്റാണ്, ഓൾറെഡി അത് ഹിറ്റാണ്. ഇപ്പൊ ചന്ദ്ര ചേച്ചിയുടെ വന്നപ്പോ എനിക്ക് തോന്നുന്നത് ഡബിൾ ആയെന്ന് തോന്നുന്നു. ഭയങ്കര പോസിറ്റീവ് എന്താണ് അതിന്റെ? ഇപ്പൊ നമ്മൾ ഇതിൽ ചെയ്യുന്നത് കോമഡി ഉത്സവത്തിൽ ചെയ്യുന്നത് ലാഗസുനിയും ലാഗസുനിയുടെ അമ്മയായിട്ട് ചെയ്യുന്നതാണ്. ലാഗസുനി ഉണ്ടായത് ഒരു ഭയങ്കര ചരിത്രമാണ്. നമ്മുടെ കോമഡി സ്റ്റാറിലൊരു ഏഷ്യാനിലെ കോമഡി സ്റ്റാർസിൽ ഒരു സ്കിറ്റ് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആരും എന്നോട് വന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റേജിൽ ഇവരന്മാരെല്ലാം റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇത് ശ്രദ്ധിക്കാതെ ഈ വന്ന ആളുമായിട്ട് എന്റെ സംസാരത്തിൽ മുങ്ങി. അപ്പൊ അടുത്ത എന്റെ ക്യാരക്ടറാണ്. അപ്പൊ ഈ റിഹേഴ്സൽ ചെയ്തുകൊണ്ട് എല്ലാവരും നിന്നിട്ട് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നീ വന്ന ആളിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ ഞാൻ കളം പിടിക്കണമല്ലോ. അങ്ങനെ തിരിച്ചവിടെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയാപ്പോ ഇവരെല്ലാരും അങ്ങ് ചിരിച്ചു. അപ്പൊ ഞങ്ങൾ ഹാളിൽ നിന്നിട്ട് എല്ലാവരും ചിരിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ ചിരിച്ചിട്ട് പറഞ്ഞാൽ ആ കഥാപാത്രം അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങളൊരു കോൺക്രീറ്റ് പണിയുടെ ഒരു സ്കിറ്റ് ചെയ്തായിരുന്നു. അവിടെയാണ് ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞു ലാഗസുനിന്റെ. അത് വേറൊന്നുമില്ല, ഇങ്ങനെ പറയുന്ന തന്നെ അതിന്റെ ഡയലോഗ്. അപ്പൊ അമ്മയായിട്ടല്ലേ അമ്മയായിട്ടല്ലേ നമ്മുടെ ഇതിനകത്ത് ഇപ്പോ ഈ ചന്ദ്രയും സുനിയും പോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ചന്ദ്രയും സുനിയും അതൊന്ന് ഹിറ്റായിട്ട് നിക്കണേ. ചന്ദ്രയും സുനിയും ഞങ്ങൾക്ക് ഇച്ചിരി സെറ്റ് എളുപ്പം. അത് സത്യം. ഭാര്യയും ഭർത്താവുമായിട്ടാകുമ്പോഴത്തേക്ക് ഒരുപാട് കണ്ടന്റ്സ് കിട്ടും നമുക്ക്. പക്ഷെ ഈ അമ്മയും മോനുമായിട്ട് ഒരുപാട് പരിധികളുണ്ട്. പല കൗണ്ടറുകൾക്കും പരിധികളുണ്ടാവും. പല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അമ്മയും മോനുമായിട്ട്? അങ്ങനെ നമുക്ക് പല അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. ചില കൗണ്ടറുകൾ ഭാര്യയും ഭർത്താവുമായിട്ട് സംസാരിക്കാൻ എന്തും പറയാം. പക്ഷെ അമ്മയോടും അമ്മയ്ക്കും മോനും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല എന്റെ ഞാൻ ലാഗ് ചെയ്തല്ലേ സംസാരിക്കുന്നത്. മറ്റേതാകുമ്പോ ഞങ്ങൾ രണ്ടും ഇങ്ങനെ പക്ഷെ അമ്മ ഇതിനകത്ത് സ്പീഡായിട്ടല്ലേ സംസാരിക്കുന്നത്. പക്ഷെ എന്നെ ഫോളോ ചെയ്യും. അതിനൊരു പ്രശ്നം. പുള്ളി നല്ല ഹൈയിൽ വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ എന്തരമ്മ നിങ്ങൾ ഇങ്ങനെ പറയണം. അപ്പൊ പുള്ളി തുടക്കത്തില് എന്റെ കൂടെ വന്നിട്ട് പിന്നീട് മനസ്സിലായി ഞാൻ അമ്മയാണല്ലോ എന്ന് അതൊരു ടോണാണ് കേട്ടോ. നമ്മൾ ആരായാലും ഇപ്പൊ ഞാനും അനീഷേട്ടനും ആ ഒരു ടോണിൽ ഇപ്പൊ സംസാരിക്കുവാണെന്ന് വെച്ചു. ഇപ്പൊ ഇവിടെ പക്ഷെ അപ്പൊ നമ്മുടെ ഇവരെല്ലാരും നിങ്ങൾ അറിയാതെ വരും. അത് ഞങ്ങള് ആ സ്കിറ്റ് കളിക്കുമ്പോൾ എന്റെ കൂടെ കളിക്കുന്നവർക്ക് എല്ലാം ഒരു പ്രശ്നം വരും. അതെനിക്ക് തുടക്കത്തിൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാവുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ ഞാൻ സ്പീഡിൽ പറയണം. നമ്മുടെ അതിൽ ഹിറ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ അമ്മച്ചിയുടെയും മോന്റെയും ഹിറ്റ് ആയിട്ടൊരു ഡയലോഗ് ഉണ്ട്. ഇതെന്തൊരു മക്കളെ ഇത് എന്തൊരു പണ്ട് എന്റെ മാപ്പിള ഉണ്ടായിരുന്നു. ഇപ്പോഴേ കൊറേ കേട്ടിട്ടുണ്ട്. ജമ്പർ, നിക്കർ, ടക്കർ. ഇതെന്തൊരു കിറുകിറ്. ഇത് തിന്നാനുള്ള ബർഗർ തന്നെ. മക്കൾ പശുവിന് തീറ്റ കൊടുക്കാൻ പോണ. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിന്യൂസ് അത് ഭയങ്കര ഹിറ്റാണല്ലോ ഓൾറെഡി. രണ്ട് കഥാപാത്രം ഭയങ്കര ഹിറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അതിനേക്കാട്ടുള്ള ഹിറ്റാണ് ചന്ദ്രി സുനി. ഒരു രക്ഷയില്ല, അത് ലേബൽ അടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്നെ സംബന്ധിച്ചിട്ട് ആൾക്ക് അതിന് മുന്നേ തന്നെ ആ ഒരു ആൾക്ക് പുറത്തെല്ലാരും ഇതായി കഴിഞ്ഞു. ആൾ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു. ആയി കഴിഞ്ഞു. ഞാൻ കോമഡി സ്റ്റാർസ് ഇപ്പൊ ഒരു 4 കൊല്ലം ഞാൻ ചെയ്തു കോമഡി സ്റ്റാർസിൽ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളെ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഭയങ്കര ചന്ദ്രയായിട്ട് തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ല, കോമഡി സ്റ്റാർസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ കോമഡി ഉത്സവത്തിൽ ഈ ക്യാരക്ടർ രജിസ്റ്റർ ആയതിനു ശേഷം ഒത്തിരി പേര് ഐഡന്റിഫൈ ചെയ്തിട്ട് നല്ലൊരു എന്താ പറയാ കുറച്ചുകൂടി നമ്മൾ ഫെയിം ആയി പക്ഷെ ഹിറ്റ് ആയ ഒരു സാധനം ഉണ്ട്. നമ്മുടെ അത് ബമ്പർച്ചിരി ആഘോഷത്തിലായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് കുറച്ച് അതും ഇതുപോലെ വൈറലായി കുറച്ച് ഇതായത്. അതിനകത്ത് അത് ഫുള്ള് നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമ നാടകമാക്കി ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് മണിച്ചിത്രത്താഴിലെ സോങ്ങുകളെല്ലാം നാടകത്തിന്റെ സോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്. ലിറിക്സ് ഒക്കെ അതാണ്. അപ്പൊ ഈ സോങ് കൺവേർട്ട് ചെയ്ത് തരുന്ന ചേച്ചി തന്നെ ചെയ്യുവാണോ അതോ? അല്ല, അതൊക്കെ അവർ ഓൾറെഡി ശശാങ്കൻ ചേട്ടനില്ലേ, ശശാങ്കൻ ചേട്ടന്റെ പിന്നെ ശശാങ്കൻ ചേട്ടനാണ് അത് സ്ക്രിപ്റ്റും ഇതെല്ലാം റെഡിയാക്കി തന്നെ. അതിനകത്ത് പാട്ട് ഇങ്ങനെയായിരുന്നു. ഒരു മുறை വന്ന് പാത്തായ ഒരു മുறை വന്ന് നീ പാർത്തായ എൻ മനം നീ അരുന്തായ, അങ്ങനെയായിരുന്നു ആ സോങ് പോകുന്നത്. ആ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയുടെ നാടക വെർഷൻ എങ്ങനെയായിരിക്കും
എക്സാക്ട്ലി അത് തന്നെ. നാടകത്തിന്റെ ഒരു പാട്ട് മാതിരിയൊക്കെ ആയിരിക്കും എന്റെ പാട്ട്, ആക്ടേഴ്സ് അങ്ങനെ ആയിരിക്കും. അപ്പൊ ആ ഒരു മൂഡിലേക്ക് വരുമ്പോ അപ്പൊ ഞാനും ഈ ഫോക്ക് ഡാൻസിന്റെ ടൈപ്പിലാണ് ഈ സോങ് ചെയ്തത്. ഡാൻസ് പോലെയാണ് ചെയ്തത്. അത് ഭയങ്കര കുറച്ച് അധികം ഹിറ്റ് ആയിരുന്നു. അതാണ് ഫസ്റ്റ് ഇത്. അപ്പൊ ഓൾറെഡി രണ്ടുപേരും ഭയങ്കര ഫെയിം ആണ്. അയ്യോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ നേരത്തെ പാടിയിട്ടുള്ളതോ? സുനിയും ചന്ദ്രികയും പാടുവാണെങ്കിൽ കുഴപ്പമില്ല. മറ്റേ നമുക്ക് ഏതാ പടം? കീച്ചിക്കോ നീ മറ്റേ പാടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പാടിക്കോ കേട്ടെ. എന്തരവളെ അടി എന്തരവളെ നീ എവിടെ പോയി തൊലഞ്ഞു വിട്ട്, എന്തരവളെ അടി എന്തരവളെ നീ എവിടെ പോയി തെലഞ്ഞു വിട്ട്. പറ്റില്ല. അല്ല ഈ പാട്ട് നീ പോകുമ്പോ കിഷോർ പാടുന്ന അതൊക്കെ പോട്ടെ. ഈ പാട്ട് വരാനുണ്ടായ ഒരു സാഹചര്യം അങ്ങനൊന്നുമില്ല, ചുമ്മാ തോന്നി അങ്ങ് പാടി. അതെ. ഇനി ഞാൻ പാടി. ഇനി അനീഷേട്ടൻ പാടും. ഇത്രയും നേരം അശ്വതീച്ചാണ് ഇവിടെ നിന്ന് എനിക്ക് കമ്പൈൻ ചെയ്ത് സംസാരിച്ചോടുന്ന എനിക്ക് ഇത് തന്നത്. സൈഡ് ചാരി ഇങ്ങനെ ഇരിക്കുക, അത് പറ്റൂല. നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ചെറിയ പല്ലവിയുള്ള ഗാനമാണ് സുഗമോ ദേവി. അത് നമ്മുടെ തങ്കച്ചേട്ടന്റെ സുഗമോ ദേവിയുടെ ഒരു വെർഷൻ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം. അത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ തങ്കച്ചേട്ടന്റെ. അപ്പം അശ്വതി പാടിയ സ്ഥിതിക്ക് ഞാനും അത് പാടും. പാടണമല്ലോ. സോങ്ങളൊക്കെ തന്നെ ദേവി, സോങ്ങളൊക്കെ തന്നെ ദേവി, സോങ്ങളൊക്കെ തന്നെ ദേവി, സോങ്ങളൊക്കെ തന്നെ സോങ്ങളും മറ്റും തന്നെ സോങ്ങളൊക്കെ തന്നെ ഇത് എന്റെതല്ല, തങ്കച്ചേട്ടന്റെയാണ്. എക്സാക്ട്ലി നാട് ട്രിവാൻഡ്രം, ആലന്തറ എന്ന് പറയുന്നത്. ആലന്തറ രംഗപ്രഭാത് ഫേമസ് ആണ്. അപ്പൊ അവിടെ 5ാം ക്ലാസ് തൊട്ട് പിള്ളേരെല്ലാവരും പോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ അവിടെ നാടകം. ഇതൊന്നും നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിലല്ല, കളികൾ പോലെയാണ്, പ്ലേ ആണ് നാടകം. അതായത് നാടകം പഠിപ്പിക്കുകയാണ് എല്ലാവരും പ്ലേ പോലെയാണ് അവിടുത്തെ നാടകങ്ങളും കാര്യങ്ങളും. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് ഒരു പിള്ളേരെ കൂടെയൊക്കെ പോയി എങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എനിക്കിപ്പോ അത് ആലോചിക്കുമ്പോൾ ഞാൻ കാണിച്ച മണ്ടത്തരമാണ് തോന്നുന്നു. തീർച്ചയായിട്ടും. പക്ഷെ അന്നൊരു തോന്നാൻ കാരണം നമുക്ക് കുറച്ചുകൂടെ അഭിനയത്തിന്റെ കാര്യം കുറച്ചുകൂടെ നമുക്ക് കിട്ടിയല്ലോ. ഡ്രാമയുടെയും തിയേറ്ററിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വലിയൊരു ഇതാണ്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ തിയേറ്റർ ആർട്സ് PG കഴിഞ്ഞ ആളാണ്. അത് ആഫ്റ്റർ മാരേജ് ആണ്. നമ്മള് ഈ കോൺഫിഡൻസ് ഭയങ്കര ലൗഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മള് അല്ലാത്തപ്പോ നമ്മള് സൈലന്റ് ആണെങ്കിലും നമ്മൾ പെർഫോമൻസ് സൈഡ് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു എനർജി വരും. അത് കുഞ്ഞുനാളോട്ട് നമുക്ക് കിട്ടുന്ന അത് വലിയൊരു ഇതാണ്. അപ്പൊ അങ്ങനെ